അപ്പൊ ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ ഭക്ഷണം പറയൂ കഥാവസ്ഥ. ഞാൻ ഹോട്ടലിൽ പോയി ഞങ്ങളുടെ ഇടശ്ശേരി ഹോട്ടലിൽ നിന്ന് പാളയംപറമ്പിൽ നിന്ന് മേടിച്ചു കൊടുന്ന ഊണ്. ഇവിടെ ഭക്ഷണം ഇല്ല. ഇവിടെ ഭക്ഷണം ഉണ്ട്, ചോറൊക്കെ ഇരിക്കുന്നുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, തന്നില്ലല്ലോ. തരാത്തല്ലോ ചേട്ടനോട് ഞാൻ പോയിട്ട് മേടിച്ചിട്ടുണ്ടല്ലേ, സമയം കിട്ടാത്തോണ്ടല്ലോ. അതന്നെ. അപ്പൊ ഇന്നലെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ. അപ്പൊ അതിൽ ഇച്ചിരി കൂടി പോയി. അപ്പൊ ഞാൻ ഇച്ചിരി ഉരുളക്കിഴങ്ങ് കിട്ടി വേവിക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഉരുളക്കിഴങ്ങാരൻ പോയില്ല. അപ്പൊ പിന്നെ നമ്മുടെ ഇടശ്ശേരി ഹോട്ടല് കുറെ ദിവസത്തിന് ശേഷം ഓപ്പൺ ആയി. അപ്പൊ അവിടെ നിന്ന് ഫുഡ് മേടിക്കാന്ന് പറഞ്ഞ് അങ്ങനെ മേടിച്ചതാണ്. അല്ലാണ്ട് ഇവിടെ ഭക്ഷണം ഇല്ലാണ്ടല്ല കേട്ടോ. ചോറുണ്ട്, എന്റെ ചിക്കൻ കറി ഉണ്ട്. പക്ഷെ ചിക്കൻ കറിയിൽ ഇന്നലെ ഉപ്പിട്ട് പോയി ഇച്ചിരി കൂടി പോയി, ഒരു പൊട്ടി ചെറുതായിട്ട്. അത് ഉപ്പ് നോക്കാൻ ആരെയും ഏൽപ്പിച്ചത്? അല്ലല്ല, ഉപ്പ് ഞാൻ ചിക്കൻ കറി വെച്ച സമയത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ചിക്കൻ വേവിച്ച സമയത്ത് ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കണം, വേവിക്കാൻ വെക്കുമ്പോ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇവള് കൊണ്ട് കുറെ ഉപ്പിട്ടുണ്ടായി. എനിക്കറിയില്ലായിരുന്നു. ചേട്ടൻ ഗ്രേവിയിൽ ഉപ്പിട്ടാ. എനിക്കറിയായിരുന്നു നീ ചിക്കനിൽ ഉപ്പിട്ടു. അത് നോർമൽ ചെറുതായിട്ട് ഉപ്പിടും. ഇത് ഭയങ്കര ഉപ്പിട്ടുണ്ടായി ചിക്കനില്. പിന്നല്ലാണ്ട് ഞാൻ ഗ്രേവിക്കുള്ള ഉപ്പിട്ടു ഇച്ചിരി. രണ്ടു ഉപ്പ് കൂടി ചേർന്നപ്പോ ഭയങ്കര ഉപ്പായി. അപ്പൊ അതുകൊണ്ട് ചിക്കൻ കറി ചെറുതായിട്ട് ഉപ്പ് കൂടുതലുണ്ടായി. അപ്പൊ ഉരുളക്കിഴങ്ങ് മേടിച്ചോണ്ട് രാവിലെ തുടങ്ങി പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് കുറച്ച് എഡിറ്റിങ് കുറച്ച് പരിപാടികൾ ഉള്ളതുകൊണ്ട് എനിക്ക് പറ്റിയില്ല. അപ്പൊ പോയി സമയം ഇപ്പൊ എത്രയായി? ഇപ്പൊ സമയം 1:15. എവിടെ സമയം കണ്ടല്ലോ. അപ്പൊ സമയം 1:15. അപ്പോ ഹായ് ആകെ ഇത്ര ഉള്ളൂ അല്ലേ? മിടുവാണ് കറി വെച്ചെന്നുണ്ടെങ്കിണ്ടല്ലോ, ഈ കറി നാളത്തേക്കും കൂടി ഉണ്ടാവും. കാരണം എന്താ, ഇത് ചെലവാവില്ല. ഞാൻ കറി വയ്ക്കുന്നത് നമ്മളിപ്പോ പാക്കറ്റില് നമ്മുടെ കോഴി കൊണ്ടുവന്നല്ലോ, ഞാൻ കറി വെച്ചത് 3-4 പാക്കറ്റ്. പിന്നെ മിടി കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം പിള്ളേര് കഴിക്കില്ല, അമ്മ കഴിക്കില്ല, ആരും കഴിക്കില്ല. ഞാൻ വെച്ച കറി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും കഴിച്ച് സാധനം ഇപ്പൊ അതേ ആകെ ഇത്ര കൂടിയേ ഉള്ളൂ, തീർന്നു. ഇല്ല ഇത്ര ഒന്നും പറയാനില്ല അല്ല ഗ്രേസേ? ചിരിക്കണ്ട അധികം, നിനക്ക് ഇഷ്ടമല്ലാണ്ടല്ലേ. പക്ഷെ എന്നാലും അമ്മ വെച്ചതിനെക്കാളും ടേസ്റ്റ് അപ്പ വെച്ചനായിരുന്നില്ലേ? ഓഹോ, ഓക്കെ ശരി കേട്ടാ, ആയിക്കോട്ടെ. ഇനി ഞാൻ സ്പ്രിംഗ്ലറിന്റെ അവിടെ കൊണ്ടുപോയി കുളിപ്പിക്കാം കേട്ടാ. കുളിപ്പിക്കാം. മോളോടെ ബാത്റൂമിൽ നിന്ന് വിളിച്ചാൽ മതി. അപ്പേനെ ഞാൻ കടിക്കുമ്പോ ഒരു ടേസ്റ്റ്, പക്ഷെ അമ്മേനെ കടിക്കുമ്പോ ആ ടേസ്റ്റ് ഞാൻ ഉറങ്ങുമ്പോ ചില ദിവസം അപ്പേന്റെ കൈമൊക്കെ കടിച്ചു പൊളിക്കാറുണ്ട്. പണ്ട് ഞാൻ ഉറങ്ങുമ്പോ എണ്ണിച്ചിട്ട് എന്റെ മൂടിയത് അമ്മേനോട് എന്റെ കൈയൊന്ന് പിടിക്കാൻ പറ, ഞാൻ അമ്മേനെ കൈ പിടിച്ചിട്ട് ഒരു കടി കടിയും. അത് കുഴപ്പമില്ല, നിങ്ങളൊരു ഭക്ഷണല്ലേ. അപ്പൊ നമ്മുടെ ഊണ് അൺബോക്സിങ് കുറയ്ക്കലെന്തോ പോയി കുപ്പി കൊടുത്തിട്ടൊന്നും ക്യാബേജ് കറി. ക്യാബേജ് അല്ലല്ലോ ഇത്, ക്യാബേജ് പ്ലസ് ക്യാരറ്റ്, പിന്നെ കുമ്പളങ്ങ കറി, അച്ചാറ്, പിന്നെ സർലാസ്, പിന്നെ മറ്റേ ഗ്രേവി എന്തൊക്കെയുണ്ട്. തുള്ളി വയ്ക്കും, ചെറുതായിട്ട് വെച്ചേ. ഇതിവിടെ ഒത്തിരി മതി. എന്താണെന്ന് അറിയില്ല. സാമ്പാറുണ്ട്, മീൻചാറുണ്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചക്കാലത്തെ സ്പെഷ്യൽ. എനിക്കാണെങ്കിൽ ഞാൻ കഴിഞ്ഞിട്ട് എടുത്തോണ്ട് സ്ഥലമില്ലല്ലോ അതുകൂടി. എനിക്കൊന്നും വേണ്ട, ഞാൻ അത് കഴിഞ്ഞിട്ട് എടുത്തോണ്ട്. പപ്പടം ഉണ്ട്. പപ്പടം എവിടെയാ? സെപ്പറേറ്റ് വെച്ചാണ്. മുമ്പ് പപ്പടം ഇതിൻ്റെ അടിയിലുണ്ടാവും. എനിക്കൊരു കഷ്ണം നന്നായി, ചെറിയ കഷ്ണം മതി.
ഞാനും അമ്മ പറഞ്ഞിട്ടില്ല. ഞാനും അമ്മ ഒരെണ്ണത്തിൽ അമ്മാമ്മയ്ക്ക് വേറെ കൊടുത്തു. എൻ്റെ ഈ കറിയൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുന്ന അത് ഇത് അച്ചാറില്ലാട്ടാ, ഉള്ളിച്ചമ്മന്തിയാണ് കേട്ടോ. അല്ലല്ല അച്ചാറാണ്. ഉള്ളിച്ചമ്മന്തി ഉണ്ട്, ഒരു നാരങ്ങ ഉണ്ട്. ഒരു നാരങ്ങ കഴിക്കാം. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മുടെ ക്ലീനിങ് പരിപാടിക്ക് നമ്മൾ കടന്നേക്കാണ്. ചെറിയ പണി കൊടുത്തേക്കാം. ഗ്രേസിന് ചെറിയ പണിയുണ്ടാ, കുഞ്ഞു പണി. അതായത് നമ്മുടെ ഈ ചെടിയുടെ ഈ ഇലകളിലുള്ള പൊടി ആ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇലയമ മൊത്തം പൊടിയാണ്. നോക്കിയാൽ വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് ഇത് പോണില്ല. അപ്പോൾ ഓരോ ഇലയും എടുത്ത് തുടച്ചുകൊണ്ടിരിക്കണം, കാരണം ഇത് തുടച്ചാലാണ് ഇത് വൃത്തിയാവുള്ളൂ. അപ്പോൾ ഗ്രേസാണ് ഇതിൻ്റെ ക്ലീനിങ് ഏറ്റെടുത്തത്. പറഞ്ഞിട്ട് ചെയ്യുന്നതാണല്ലേ. വെരി ഗുഡ്. എന്തായാലും തീർക്ക് ഇഷ്ടമില്ല, ഒടിച്ചു കളയെടുത്തിട്ടല്ല, അതറിയാൻ പോലും പാടില്ല അതിന് തുടക്കേണ്ടത്. ഇതൊന്ന് ക്ലീൻ ആയിട്ടില്ലേ നോക്കിയാ നീ, ഇങ്ങനെ പകുതിയാക്കി നിർത്തല്ലേ, ഫുള്ള് ക്ലീൻ ആക്ക്. ഇല എല്ലാം ക്ലീൻ. അപ്പൊ പറഞ്ഞില്ലേ ഒരു സെക്ഷൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോവാം കേട്ടോ. ഈ സാധനം ഇപ്പൊ ഞാൻ റെഡിയാക്കാൻ പോണ്. എല്ലാം ഞാൻ ശരിയാക്കും കേട്ടോ. ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഇന്ന് നമ്മുടെ അക്വേറിയത്തിന്റെ പണികൾ ഞാൻ ചെയ്യാന്ന് വിചാരിച്ചേക്കാണ്. കാരണം അക്വേറിയത്തിന്റെ വെള്ളം നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോൾ 7-8 മാസം, ഒരു വർഷത്തിന് അടുത്ത് ആവാറായെന്ന് തോന്നുന്നു. മൊത്തം ഈ അക്വേറിയത്തിൽ നമ്മൾ വെള്ളം മാറ്റിയിട്ട് ഇപ്പോഴും വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എൻ്റെ ഈ ഒരു ബൾബ് ഫ്യൂസായി പോയതൊന്നും നോക്കണം ശരിയാക്കി. എൻ്റെ വേറെ ബൾബ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്, അത് ഫിറ്റ് ചെയ്യണം. ഇല്ല ഫിൽറ്ററും സാധനങ്ങളൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് ഇത് തുറന്നു വെച്ച് നീ കാണില്ല. ഇതിന്റെ ഉള്ളിൽ മൊത്തം ഇത് കൈയിട്ടിട്ടായ ഇലയില്ലേ ഈ ഇല, ഈ ഇലമത്തെ ആ പച്ചപ്പിന്റെ ചുറ്റും പിടിച്ച് എന്തൊക്കെ ഒന്ന് ഇളക്കി കളയായിരുന്നു. കൊച്ചി ചെയ്യണ പോലെ തുടക്കിയായിരുന്നു. അത് നീ പറയുന്നത് ഇപ്പോഴും വെള്ളം മാറ്റണ്ടാന്ന്. വെള്ളം മാറ്റണേ, ഇത് കുറെ ടൈം എടുക്കൂലേ. കുറെ വെള്ളം വെറുതെ ഇതായി പോകും. ഞാൻ വിചാരിക്കുന്നത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഇതിന്റെ ഉള്ളിലുള്ള ആ ഒരു പൂപ്പലായൊക്കെ. ഫിൽറ്റർ തന്നെ വലിച്ചു കളയില്ലേ. ഫിൽറ്ററിനൊരു കപ്പാസിറ്റി ഉണ്ട്, ഏകദേശം ഫുള്ളാണ്. ഇനി അത് എടുത്ത് ക്ലീൻ ആക്കി ഒന്നിടാം. അപ്പൊ എന്തായാലും ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി റെഡിയാക്കാന്നാണ് വിചാരിച്ചേക്കുന്നത്. വെള്ളം തളിപ്പം ഈ പ്ലാന്റ് ഒക്കെ ശരിക്കും പൂപ്പലായി പിടിച്ച് നശിച്ചു പോയപ്പോ തന്നേക്ക് ഇത് ക്ലീൻ ആയി വരുന്നുണ്ട്. തന്നേക്ക് തന്നെ ക്ലീൻ ആവുന്നു, തന്നേക്ക് തന്നെ പൂപ്പലായി പിടിക്കുന്നു. എന്തൊരു സാധനം, എന്തൊരു സാധനം ഇങ്ങനെ അക്വേറിയത്തിന്റെ ഉള്ളിൽ വെക്കുന്നത്, ഇങ്ങനെ മീനുകൾക്ക് ഉള്ളിൽ കയറി പോകാൻ പറ്റുന്ന ടൈപ്പ് സാധനം, ഒരു ഗുഹ പോലത്തെ അത് അതിന്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കാതെ മീനുകൾക്ക് ഒരു സന്തോഷം കിട്ടിയാൽ അവർക്ക് ഒളിച്ചിരിക്കാം. അത് എനിക്ക് മാച്ച് അല്ല, അതാണ് ഞാൻ വെക്കാത്തത്. നോക്കാം, എന്തായി ഏതാ കംപ്ലീറ്റ് ക്ലീൻ ആവണല്ലോ. അടുത്ത അടിയിലത്തെ ക്ലീൻ ചെയ്ത് നോക്കി. ഇത് കണ്ടോ പകുതി ചെളിയാൻ ഇരിക്കുന്നു. മുകളിൽ അടിയിലും ചെയ്യണ്ട, അപ്പൊ അടിയിലൊക്കെ നോക്കും. ഇങ്ങനെ പിടിക്കും. ഇതിപ്പോ ഇതിങ്ങനെ പിടിച്ചിട്ടേ ഇതിങ്ങനെ 5 മണി വരലുണ്ട്. പൊട്ടിച്ച് കളയരുതിട്ടാ. ഇത് എപ്പ കളയാനായിട്ട് ഇത് വെള്ളം ഒഴിച്ച് ഇങ്ങോട്ട് കുളിപ്പിച്ചാ. വെള്ളം ഒഴിച്ച് കുളിപ്പിച്ചാ ഉണ്ടാ ഇങ്ങനെ തുടച്ചാ മതി. തുടച്ചോ. ഇതിങ്ങനെ പിടിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചാ പൊട്ടി പോലെ മോൾ ചെയ്തോ. എന്ത് ഫൈക്കസാന്ന് ഞാൻ മറന്നുപോയി. ഇന്നലെ ഒരു നഴ്സറി കണ്ടപ്പോ മേടിച്ചാണ് ചെറുത്. ഇതിന്റെ പേരാർക്കും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. സോപ്പിട്ട് കുളിപ്പിക്കാൻ പറ്റിയെങ്കിൽ കുളിപ്പിക്കായിരുന്നില്ലേ. സോപ്പിട്ടാ ക്ലീൻ അത് ക്ലീൻ ആവും, അത് തുടച്ചാൽ ക്ലീൻ ആവും. അവളൊന്ന് വേണമെന്ന് വെച്ചാൽ തുടച്ചാൽ. ഗ്രേസ് ഇത് കംപ്ലീറ്റ് ചെയ്യേ. ഇത് എവിടെയൊക്കെ ഇലകൾ ബാക്കി കിടക്കണം, അതെല്ലാം കംപ്ലീറ്റ്. കൂടുതൽ എടുക്കത്ത് തോന്നി, ആ തുമ്പ് പഠിക്കാണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പൊ പിറ്റേ ദിവസമായിട്ടാ. അപ്പൊ ഞങ്ങള് ഇന്നലെ ഒന്നും ചെയ്തില്ലായിരുന്നു. അപ്പൊ ക്ലീനിങ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ചേട്ടാ ഇത് മൊത്തം വെള്ളം മാറ്റണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേര് കണ്ട പയ്യെ പയ്യെ ഇളകണ കണ്ട സ്റ്റീവേ, കണ്ടാ ഗ്ലൂ വെച്ച് ഒട്ടിച്ചത് തന്നെ ചേട്ടൻ. അതൊക്കെ നിറച്ച അഴുക്കായി. അത് നാച്ചുറൽ ആയിട്ടുള്ളതായിട്ടായിരിക്കും മീനൊന്നും കുഴപ്പം ഇനി സാൻഡ് മാറ്റണം.
സാൻഡ് ഒന്നും മാറ്റില്ല. സാൻഡ് എത്ര വൈറ്റ് ആയിരുന്നു അറിയോ? ഇതിന്റെ ഫസ്റ്റത്തെ ഫോട്ടോ വീഡിയോ ഒന്നും ഇല്ലല്ലോ നമ്മുടെ അന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നമ്മള്. മുമ്പത്തെ വീഡിയോ എന്ത് ക്ലിയർ ആയിരുന്നു. അല്ല മോഡലിങ്ങനെ അങ്ങനെ എടുക്കാൻ കിട്ടില്ലടി. പറ്റണ പോലെ എടുക്കാം. എന്നിട്ട് ഇളക്കി കിട്ടൂടെ? ഫിൽറ്റർ ഇച്ചിരി പണി കൂടുതലായിരിക്കും. ഇതിന് വേരൊക്കെ ഉണ്ടല്ലോ അതിന്റെ ഉള്ളില്. എടുത്ത ചെടിയുടെ ഒക്കെ ഗ്രേസിനെ വിളിക്കണ്ടേ? എടുത്തു കഴിയുമ്പോ എന്താവെന്ന് അറിയില്ല. ഗ്രേസ് ആന ഉറങ്ങിന്ന് വിളിക്കുന്നു. രണ്ടുപേരും കൂടി കളിച്ചോണ്ടിരിക്ക. നമ്മളിത് ക്ലീനിങ് കുറെ ദിവസം ഇത് പ്ലാൻ ചെയ്യും. ഞാൻ ചേട്ടൻ ക്ലീൻ ചെയ്യും. അപ്പൊ മാറിവിടെ സ്റ്റീവിടെ. അപ്പൊ ഞാൻ എണ്ണയൊക്കെ പരത്തിയേക്കാണ് മുഖത്തും തലയിലൊക്കെ. പിന്നെ ഞാൻ എന്റെ പണികളിലേക്ക് കിടക്കട്ടെ കേട്ടാ. ഓക്കെ. തുണി തരും ഇടാനായിട്ട് വെള്ളം മൊത്തം ചവിട്ടിയൊക്കെ. ഫിഷ് ടാങ്കിന്റെ ക്ലീനിങ്. വെള്ളം മാറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് വെള്ളം മാറ്റി. ഭയങ്കര അഴുക്ക് മണ്ണിലൊക്കെ. അപ്പൊ പിന്നെ വിചാരിച്ചു ഫുള്ള് എന്തായാലും ഇറങ്ങി തിരിച്ചു. ഇവിടെ വരെ മീനെ കാണിച്ചു കൊടുക്കാം. എത്ര ഫിഷ് ഉണ്ട് സ്റ്റീവ്? അൺകൗണ്ടബിൾ. എത്ര ഫിഷ് ഉണ്ട്? ഒരു ദിവസം എന്റെ ബാക്കിൽ ഒരു സ്പൈഡർ ഉണ്ടായില്ലേ? അത് പൊക്കി നോക്ക്. വേണ്ട, ചത്ത സ്പൈഡർ ആയിരുന്നു. ഇല്ല, എനിക്ക് നമ്മ സ്പൈഡറിനെ കളഞ്ഞോന്ന്. എനിക്ക് നമ്മ സ്പൈഡറിനെ ചത്ത് കളഞ്ഞോന്ന്. അത് ഞാൻ കളഞ്ഞു. പുതിയതുണ്ടോന്ന് അറിയില്ലല്ലോ. പുതിയത് വരാൻ സാധ്യതയില്ല. ഞാൻ വീണ്ടും പ്രതീക്ഷിക്കട്ടെ. അടിയിലെവിടെയോ വെള്ളം കണ്ടു ഞാൻ. അപ്പൊ അങ്ങനെ ചിലപ്പോ ഇത്ര ദിവസം ഇരുന്നിട്ട് ഉള്ളൊരു ഈർപ്പ് നേട്ടിയത്. ഇനി ഈർപ്പ് തട്ടരുതല്ലേ? പക്ഷെ നല്ല അക്കുറിയാണല്ലേ. സൂപ്പർ അക്കുറിയ. ഇതിന്റെ അടിയിൽ എന്തോ ഉണ്ടല്ലോ, ഒരു പാട് വീണിട്ടുണ്ട് ഇങ്ങനെ ഇൻഡു പോലെയൊക്കെ ആയിട്ട്. എനിക്ക് നോക്കാനൊക്കെ പറ്റില്ല. ഒന്ന് നോക്കിയേ അടിയിൽ എന്തുള്ള. അടിയിലൊരു ഇതുണ്ട്. ഫ്രെയിം ഉണ്ടോ? ഫ്രെയിം ഉണ്ട്. അടിയിലൊരു ഫ്രെയിം ഉണ്ട്. ഒരു ഗ്ലൂ പോലത്തെ സാധനം കണ്ടു. ഒരു ഗ്ലൂ പോലത്തെ സാധനം ഞാനും കണ്ടു. ഇങ്ങനെ എക്സ് പോലത്തെ ഒരു ഫ്രെയിം സപ്പോർട്ട് ചെയ്യാൻ. എന്റെ കയ്യിൽ ചോറ് തൊടാൻ പാടില്ല. ഫിഷ് അങ്ങനെ തന്നെയാണ്. അങ്ങോട്ട് പോട്ടെ. ഞാൻ ഈ ഫേസിൽ നാൽപ്പാമരാതി എണ്ണയാണ് പറ്റിയേക്കണേ. മുമ്പിടയ്ക്ക് പരട്ടാറുണ്ടായിരുന്നു. പിന്നെ എപ്പോഴേക്കും അത് വിട്ടുപോയി. ഇപ്പം മുഖത്ത് ടാനും പിന്നെ ചെറിയ ചെറിയ പാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ എപ്പോഴും കുളിക്കണേക്കാൻ കുറച്ച് നേരം മുമ്പ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ വെക്കും. പക്ഷെ ഒറ്റ ദിവസം പുരട്ടില്ല. അപ്പം ഞാൻ എണീറ്റപ്പോൾ തന്നെ മുഖത്ത് തലയിൽ എണ്ണയൊക്കെ പുരട്ടി കുളിക്കണേക്കാൻ. ഇനി ഇപ്പം എന്തായാലും കുറച്ച് നേരം കഴിയുമ്പോൾ കുളിക്കണം. അപ്പം ഇപ്പോഴേ പുരട്ടി കിട്ടു. അല്ലെങ്കിൽ ഈ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആവാം എന്ന് പറഞ്ഞ് ഞാൻ മാറ്റി വെച്ച് കഴിയുമ്പോഴേക്കും പിന്നെ ഇത് നടക്കൂല. ഇപ്പോൾ ഞാൻ മിക്കപ്പോഴും പണികളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം പുരട്ടാൻ വേണ്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടൊക്കെ കുളിക്കാമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ നടക്കില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ആ ഒരു ടൈം നോക്കിയിരിക്കാണ്ട് ഉള്ള സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ മാറാൻ നല്ലതാണ് കേട്ടോ. ഇത് ചിലപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവാം. പിള്ളേരൊക്കെ കുളിപ്പിക്കാറുള്ളത് ഈ എണ്ണയൊക്കെ യൂസ് ചെയ്തിട്ടാണ് ജനിച്ച് കഴിയുമ്പോഴൊക്കെ. പിന്നെ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഓയിലാണ്. അങ്ങനെ അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണേ. ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ ബൈ.